ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന പാഠം എന്താണ്, നിങ്ങൾ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്, യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിന്ന് ഏഞ്ചൽസ് എന്ത് മെസ്സേജ് തരണമെന്ന് നോക്കാം. എന്നിട്ട് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ദർ സംതിങ് ബെറ്റർ. നിങ്ങൾ എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഏഞ്ചൽസ് ഏത് കാർഡ് തരുന്നു? ഫർഗീവ്നെസ്. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് റീകൺസിഡർ. നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് കിട്ടിയ പാഠം എന്താണെന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് ദർ സംതിങ് ബെറ്റർ എന്നാണ്. അതായത് നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ഓൾറെഡി, വഴക്കുകളോ പ്രശ്നങ്ങളോ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ കോൺഫ്ലിക്ട്സ് ധാരാളം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്ത് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടുമെന്നാണ്. അവരത്ര പോരാ, നിങ്ങൾക്ക് സംതിങ് ബെറ്റർ ആയിട്ടുള്ളത് കിട്ടുമെന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നാൽ അതേ ഫീലിംഗ് നിങ്ങൾക്കും തോന്നുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അവരെ മറക്കാനോ വെറുക്കാനോ കഴിയുന്നില്ല. നിങ്ങൾ എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്ന ഫർഗീവ്നെസ് ആണ്. ഫർഗീവ്നെസ്, ക്ഷമിച്ചു കൊടുക്കൂ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അതായത് നമ്മളെല്ലാം ക്ഷമിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡിന് സമാധാനം കിട്ടുന്നത്. ഇപ്പം നമുക്ക് അവരുടെ അടുത്ത് 1000 പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ സമാധാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ആ ബന്ധം ഇനി മേ ബി ഫ്യൂച്ചറിൽ കുറച്ച് മെച്ചപ്പെട്ട് വരണമെങ്കിൽ പോലും നിങ്ങൾ ഫർഗീവ് ചെയ്യണം. ഫർഗീവ് ചെയ്താൽ മാത്രമേ അവർ നിങ്ങളിലേക്ക് വരികയുള്ളൂ. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നതെന്ന് ചോദിച്ചപ്പോൾ റീകൺസിഡർ എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ പ്രശ്നത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ പല ചിന്തകളും നമുക്ക് വരും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് നിൽക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പുനഃപരിശോധിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വളരെ ആലോചിച്ച് തീരുമാനിക്കുക. ഈ പ്രശ്നത്തെ വേറൊരു കോണിൽ നിന്നുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.